ഹലോ, അംബൂസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സെയിൽ വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഇന്ന് എൻ്റെ ഗാർഡനിൽ വിരിഞ്ഞ് നിൽക്കുന്ന കുറച്ച് പൂക്കൾ കാണിച്ചു തരാം കേട്ടോ. എല്ലാ ബഡ് വന്നതും റിപ്പോർട്ട് ചെയ്ത് ഒരു മാസം കൊണ്ട് ബഡ് വന്ന വെറൈറ്റിയും പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതുമായിട്ടുള്ള വെറൈറ്റീസാണ് കാണിച്ചു തരുന്നത്. വേണ്ടല്ലേ, ഇത് നമ്മോയാണ് കേട്ടോ. നമ്മോയുടെ 2 ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞാണ്. ഇത് അടുത്ത ബഡ്. ഞാൻ വളമൊന്നും അങ്ങനെ കൊടുക്കണില്ല കേട്ടോ. ഞാൻ ആദ്യം വയ്ക്കുന്ന ചാണകപ്പൊടി മാത്രം, പിന്നെ വല്ലപ്പോഴും അങ്ങനെ NPK വെച്ച് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇത് നമ്മയാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല റെഡ് കളറിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മോ. അടുത്തത് പിങ്ക് പെർഫെക്ഷനാണേ. നല്ല പിങ്ക് കളറിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഒരു ഫ്ലവർ കഴിഞ്ഞു. ഇതായിട്ടല്ലേ ചുറ്റിലും ബഡ്. ഈ സ്റ്റാൻഡിങ് ലീഫിൻ്റെ അടിയിൽ കൂടെ ബഡ് വരുന്നുണ്ട്. ഈ 2 സ്റ്റാൻഡിങ് ലീഫിൻ്റെ അടിയിലും ബഡ് വരുന്നുണ്ട്. പിങ്ക് പെർഫെക്ഷൻ കേട്ടോ. കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണേ. ഇത് നമ്മുടെ അമേരിക്കമ്മേലിയാണ്. അത് പിന്നെ പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമില്ല. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടാണ് കേട്ടോ. ഒത്തിരി കുറേ ഫ്ലവർ കഴിഞ്ഞു പോയി. ഇനി അടുത്ത സെക്ഷൻ ഫ്ലവറാണ് കേട്ടോ. ഇത് ഒരു രക്ഷയില്ലാതെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും നല്ല ഭംഗിയിൽ വലിയ പൂക്കളാണ് കേട്ടോ. വാനില കെച്ചപ്പാണേ. കണ്ടില്ല, എൻ്റെ ബഡ് കണ്ടോ, മുഴുത്ത ബഡാണ്. അല്ല, ഇവിടെ ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞു പോയി. കണ്ടില്ല, നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന കേരളത്തിൻ്റെ തന്നെ വെറൈറ്റിയാണ് വാനില കെച്ചപ്പ്. അടുത്ത അനഹട്ട. ഇത് കേട്ടോ, 4 ദിവസമായി വിരിഞ്ഞിട്ട്. കണ്ടില്ല, എന്ത് ഭംഗിയാണ് നിൽക്കുന്നത് കാണാൻ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആദ്യം വേറൊരു പിങ്ക് കളർ, ചെറിയൊരു പിങ്ക് കളറായിരുന്നു. ഇതിപ്പോൾ അത് ഗ്രീൻ കളറിലേക്ക് മാറി കേട്ടോ. ഈ ഭാഗത്ത് മാത്രമേ ഗ്രീൻ ഉണ്ടായിരുന്നുള്ളൂ. ഇതുണ്ടല്ലേ, നല്ല ഭംഗിയിൽ വലിയ ഫ്ലവറാണ് തരുന്നത്. ഫസ്റ്റ് ഫ്ലവറായിട്ടും വലിയ ഫ്ലവറാണ്. അടുത്ത പത്മ. നല്ല റെഡ് കളറാണ്, നല്ല കളറുണ്ട്. ഇതുണ്ടല്ലേ, പെറ്റൽസ് കുറവാണ് കേട്ടോ. ഇതൊക്കെ ഫ്ലവർ കഴിഞ്ഞാണേ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഫ്ലവർ ചെയ്യും പത്മ. വലിയ വെയിലായതുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങി വീഡിയോ എടുത്തിട്ട് പോവുക കേട്ടോ. കർണയാണേ. കണ്ടില്ലേ, കർണയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ്. ഒരെണ്ണം കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, കർണ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഡോർമെൻസിലൊക്കെ എനിക്ക് ഫ്ലവർ ചെയ്ത ഈ പോട്ടിൽ തന്നെ. ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. വീണ്ടും ഫ്ലവറിങ്ങാണ്. അടുത്തത് ഇന്ദുലേഖയാണേ. കണ്ടില്ലേ, ഇന്ദുലേഖയുടെ ബഡ് കണ്ടോ. ഞാൻ 3 റണ്ണർ ഞാൻ ഈ പോട്ടിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് സെയിൽ ചെയ്താ കേട്ടോ. എന്നിട്ട് അപ്പം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇന്ദുലേഖ. കണ്ടില്ല, 4 ബഡ്, അത് 2 ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന കേട്ടോ. ഒരെണ്ണം ഞാൻ അമ്പലത്തിൽ കൊടുത്തു. കണ്ടില്ല, ഇന്ദുലേഖയാണ്. അടുത്ത വെറൈറ്റി താരയാണ്. താരയുടെ 1 ഫ്ലവർ അമ്പലത്തിൽ കൊടുത്തായിരുന്നു. അടുത്ത 2 ബഡ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. താരയും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി കൂടിയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ചാന്ദിനിയാണ് കേട്ടോ. ചാന്ദിനി നോക്കിയേ, ഇതൊരു 3-4 ദിവസം കൊണ്ടായ ഫ്ലവറാണ് കേട്ടോ. അടുത്ത ബഡ് വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടിപ്പോൾ 1 മാസം ആയതേ ഉള്ളൂ കേട്ടോ. ശരിയാണ്. ഇത് കണ്ടല്ലേ, ഫ്ലവർ വരുന്നത് ചുറ്റിലും. ഇത് ഫ്ലവർ കഴിഞ്ഞതാണ് ഇതെല്ലാം. ഇത് കണ്ടോ. ഇനി ഈ സ്റ്റാൻഡിങ് ലീഫിലൊക്കെ ബഡായിരിക്കുമേ. അതുപോലെ ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഐശ്വര്യ. നമ്മുടെ കൃഷ്ണയാണ് കേട്ടോ. കൃഷ്ണയുടെ ഫ്ലവർ കണ്ടോ. ഇത് ഞാൻ വിരിയിച്ച് കൊടുത്താട്ടോ, അത് കുളമായിപ്പോയി. ഒരു ബഡ് ഇതുണ്ടോ, ഇതെല്ലാം ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞ് കേട്ടോ. ഇത് കണ്ടോ, 4 ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞ്. 1 ബഡുണ്ട്, 1 ഫ്ലവർ. വെറൈറ്റി അരുണിമയാണേ. അരുണിമയുടെ ഫ്ലവറൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞ്. അടുത്ത ഫ്ലവർ വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അടുത്ത ബഡ് താഴെ വരുന്നുണ്ട്. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അരുണിമ. രക്ഷയില്ലാതെ ഫ്ലവർ ചെയ്യുന്ന കേരളത്തിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ കിരണ്യ. ഇതുണ്ടല്ലേ ബഡ്. ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്യും. ഇത് കണ്ടോ, ഇത്രയും ബഡുണ്ട്. ഇത് കണ്ടില്ലേ, 3 ബഡ്, 3 ഫ്ലവർ. ഇത് താഴെ നിന്നൊരു ബഡ് വരുന്നു വീണ്ടും. ധ്രുവയാണ് കേട്ടോ. ധ്രുവയും കേരളത്തിൻ്റെ തന്നെ വെറൈറ്റിയാണ് കേട്ടോ. ഇതുണ്ടോ, 2 ബഡുണ്ട്. റിപ്പോർട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. 1 ബഡ് 1 ഫ്ലവർ ആയിട്ടുള്ളൂ കേട്ടോ. നീലിമയാണത്. വലിയ ഫ്ലവർ. അത് കണ്ടല്ലേ, എൻ്റെ കൈക്കകത്ത് നോക്കി, കൈ കാണാൻ പോലും പറ്റത്തില്ല, അത്രയും വലിയ ഫ്ലവറാണ് നീലിമയ്ക്ക് കേട്ടോ. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി. ഇതുണ്ടല്ലേ, ഫ്ലവർ കഴിഞ്ഞതാണ് കേട്ടോ. ഈ കിടക്കുന്ന മുഴുവനും ഇതുണ്ടല്ലേ,
2 ബഡും ഉണ്ട്. പിങ്ക് മിസ്റ്റാണ് കേട്ടോ അത്. പിങ്ക് മിസ്റ്റിൻ്റെ ഇത് ഒരു ബഡ്, 2 ബഡ്. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് മിസ്റ്റ്. നമ്മുടെ ബട്ടർ മിൽക്കാണ് കേട്ടോ. ഇതാ കഴിഞ്ഞു പോയി, ഫ്ലവർ കഴിഞ്ഞ് കൊഴിയാറായിട്ടുണ്ട് കേട്ടോ. 7 റെഡാണേ. ഇതെല്ലാം കഴിഞ്ഞു, ഫ്ലവർ കഴിഞ്ഞതാണേ. ഡോർമെൻസിയിലും ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മുടെ S1 ഉണ്ടല്ലേ. ഇതുപോലെ ഫ്ലവർ ഒന്ന് വന്ന് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞതേ അടുത്ത സെക്ഷനാണ് S1ൻ്റെ ഫ്ലവർ വരുന്ന ബഡ് വരുന്നത് കേട്ടോ. കേട്ടോ കണ്ടില്ലേ, ലീഫ് നോക്കിക്ക് എത്ര എണ്ണം ഉണ്ടെന്ന്. ഇതാണ് നിത്യ ബൗൾ വെറൈറ്റിയാണേ. ഇത് തമോയാണ് കേട്ടോ. ഇത് തമോയ്, ഇത് സൂപ്പർ പിങ്ക്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് 1 മാസം ആയതേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, ബഡ് വന്നു. ഇത് വൈറ്റ് പഫാണ് കേട്ടോ. അത് റിപ്പോർട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. 2 ബഡായിട്ടുണ്ട്. ഇനി വൈറ്റ് പഫ് ഇതുപോലെ ചുറ്റും ബഡ് വരും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഈ പോട്ടിൻ്റെ ചുറ്റിലും വരും. ഫ്ലവറൊക്കെ കഴിഞ്ഞു പോയി, ഇനി ബഡായിരിക്കും. 4 ഫ്ലവർ എനിക്ക് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ തന്നെ ഗ്രീൻ ആപ്പിൾ ആണ്. ഇത് പഞ്ചമിയാണ്. മിറാക്കിളാണ് കേട്ടോ. റണ്ണർ കട്ട് ചെയ്ത് ഞാൻ വെച്ചതേ ഉള്ളൂ. 1 മാസം പോലും ആയില്ല. അതിനിപ്പുറം മിറാക്കിളിന് ബഡ് വന്നു. ഇത് കണ്ടോ, ഈ കമ്പൊക്കെ വെച്ചിരിക്കുന്ന നന്നായിട്ട്. അതുകൊണ്ട് അടുത്ത അതിഥിയാണ് കേട്ടോ. അതിഥിയിൽ ബഡ് ഫ്ലവറെല്ലാം കഴിഞ്ഞു പോയത്. അതായത് ഇതൊക്കെ കരിഞ്ഞ് നിൽക്കുകയാണ്. ഇതുണ്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. അതിഥിയാണ്. ഇതുപോലെ ഞാൻ ചെയ്തില്ല. എംബാപ്പയാണ് കേട്ടോ ഇത്. ഇതുണ്ടല്ലേ, 2 ബഡ്. ഇത് 3ാമത്തെ, ഇത് 4. ഇതാ താഴേന്ന് പറഞ്ഞാൽ വരുന്നുണ്ട് 5. ഇതുപോലെ തന്നെയാണ് എംബാപ്പ. അതുപോലെ തന്നെയാണ് ചുറ്റിലും ബഡ് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ. റാണി റെഡാണ് കേട്ടോ ഇത്. റാണി റെഡ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചതാണ്. ഇതുണ്ടല്ലേ, ബഡ് വന്നു കേട്ടോ. ശ്വേതയ്ക്ക് നോക്കിക്കേ, 2 ഫ്ലവർ കഴിഞ്ഞു പോയതാണ്. ഒരു 16 ഇഞ്ച് ബോട്ടിലാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് ശ്വേത. വലിയ ഫ്ലവറായിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞു. ഇതാ ഇതിന് വിരിയാറായിട്ടുണ്ട്. ഇത് അടുത്ത ബഡുണ്ട്. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ്. നമുക്ക് ട്യൂബറൊന്നും അധികം കിട്ടത്തില്ല, അങ്ങനെ കിട്ടില്ല. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ ശ്വേത. വീഡിയോ ഫസ്റ്റേ കാണിച്ച നമ്മോ തന്നെയാണ് കേട്ടോ. ഇത് നല്ല രസമല്ലേ കാണാൻ, നിൽക്കുന്ന കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇനിയിപ്പം റണ്ണേഴ്സൊക്കെ ആയിരിക്കും സെയിലിനായിട്ട് കൊടുക്കുന്നത്. ട്യൂബേഴ്സ് എല്ലാം കഴിഞ്ഞു, എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തു. കുറച്ച് വെറൈറ്റീസ് കൂടെ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ പാക്കിങ്ങും ബാക്കിയുള്ള നടുവൊക്കെ ചെയ്യണം എനിക്ക്. അതുകൊണ്ട് ട്യൂബേഴ്സ് എടുക്കാതിരിക്കുകയാണ്. അപ്പം കുറച്ച് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. വേണ്ടൊരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നവമി എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ, പുതിയ വെറൈറ്റിയുടെ ഒക്കെ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. വേണ്ടൊരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ. അതുപോലെ ആമ്പലുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ആമ്പലിൻ്റെ ഒത്തിരി ഫ്ലവർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് ഇടാത്തത്. ഞാൻ ആകുന്നതനുസരിച്ച് സെയിൽ ചെയ്യുകയാണ് കേട്ടോ. ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്നേരം സെയിൽ ചെയ്ത് തീർക്കുകയാണ്. ആമ്പൽ സെയിൽ ചെയ്ത് എനിക്ക് പോട്ട് ഒഴിവാക്കി കിട്ടണം, അത് വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തത് വാട്ടർ ലില്ലിയുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ. മൊത്തത്തോടു കൂടി ഒന്ന് ടെറസിൻ്റെ മുകളിൽ കാണിക്കാം. ക്ലീനാക്കാനൊക്കെ ഉണ്ട്. ഒത്തിരി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് ക്ലീനാക്കാൻ അങ്ങനെ പറ്റണില്ല, സമയം കിട്ടണില്ല. പാക്കിങ്ങും നടുവൊക്കെ അല്ലേ. അപ്പോൾ എല്ലാം നട്ട് തീർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലീനാക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം ആമ്പലാണ് കേട്ടോ. സെയിലിനായിട്ട് വെച്ചിരിക്കുന്ന ആമ്പലുകളാണേ.